കേരളത്തിൽ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി അതുപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ടിൻ്റേതാണ്, ആദ്യ റൗണ്ടിന് വേണ്ടിയാണ്. അപ്പോൾ ഈ പറഞ്ഞ സീറ്റുകളിൽ ഏതെങ്കിലും താല്പര്യമുള്ള കുട്ടികൾ നിർബന്ധമായിട്ടും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം. ഇതിൽ ഏതൊക്കെ കോഴ്സാണ് വരിക എന്ന് നോക്കാം. ഇതിൽ BAMS അതായത് ആയുർവേദം, സിദ്ധ, ഹോമിയോ, യുനാനി, BSc ഹോണേഴ്സ് ഫോറസ്ട്രി, BSc ഹോണേഴ്സ് കോർപ്പറേഷൻ ബാങ്കിങ്, BSc ഹോണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, BTech ബയോടെക്നോളജി, വെറ്റിനറി, അതേപോലെ ഫോറസ്ട്രി. ഈ പറഞ്ഞതിൻ്റെ സ്റ്റേറ്റ് കോട്ടയിലേക്കാണ് അലോട്ട്മെൻറ്റ് സ്വീകരിക്കുന്നത്. അപ്പോൾ കീമിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. നീറ്റ് UG 2024 ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം. ഇതിനുള്ള ടൈം നോക്കുക. നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ട സമയം 9-ാം തീയതി, ഈ മാസം സെപ്റ്റംബർ 9-ാം തീയതി വൈകിട്ട് 3 മണി വരെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുക. അതിനുശേഷം സെപ്റ്റംബർ 10-ാം തീയതി വൈകിട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ താഴേക്ക് പറയാം. നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റ് ce.kerala.gov.in എന്നുള്ള സൈറ്റ് തന്നെയാണ്. ഇനി അതിലെ കോഴ്സസ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BAMS ഉണ്ട്, BSMS സിദ്ധയുണ്ട്, ഹോമിയോപ്പതി, യുനാനി, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, അതുപോലെ കോർപ്പറേഷൻ ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് കൺട്രോൾ, BTech ബയോടെക്നോളജി, വെറ്റിനറി, ഫിഷറീസ്. ഇത്രയും കോഴ്സാണ് അതിലുണ്ടാവുക. ഇനി സെൽഫിലെ, അതായത് സ്റ്റേറ്റിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ആയുർവേദ, സിദ്ധ, യുനാനി, അതായത് ഈ പറഞ്ഞ കോഴ്സുകളുടെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ 15% ഓൾ ഇന്ത്യ കോട്ടയും ഈ കേരളത്തിലെ കീമിൻ്റെ എൻട്രൻസ് കമ്മീഷൻ തന്നെയായിരിക്കും ഫില്ല് ചെയ്യുക. എന്നാൽ ഗവൺമെൻറ്റിലെ 15% നമ്മൾ ആയുഷിൻ്റേത് പറഞ്ഞിരുന്നു, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ വഴിക്കാണ് തീരുക. സ്റ്റേറ്റിലെ സെൽഫ് ഫിനാൻസിങ് മാത്രം സംസ്ഥാന എൻട്രൻസ് കമ്മീഷണർക്ക് ഫില്ല് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സെൽഫ് വേണമെന്നുള്ളവരും ഈ റൗണ്ടിൽ തന്നെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക. ഇനി അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ നോക്കുക. സെപ്റ്റംബർ 6-ാം തീയതി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്യും. സെപ്റ്റംബർ 9-ാം തീയതി 3 മണി വരെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. സെപ്റ്റംബർ 10-ാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് വരും. സെപ്റ്റംബർ 11-ാം തീയതി ഫൈനൽ അലോട്ട്മെൻറ്റ് വരും. സെപ്റ്റംബർ 12 തുടങ്ങി സെപ്റ്റംബർ 18 വൈകിട്ട് 4 മണി വരെ നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ബാക്കി, അതായത് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കൊടുത്തിരിക്കുന്ന ഫീയും ഒക്കെ അടച്ചിട്ടാണ് ഓപ്ഷൻ നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ മെമ്മോ വരുന്ന മുറയ്ക്ക്, അതായത് 12-ാം തീയതി 11-ാം തീയതി ഫൈനൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ വരുന്ന മെമ്മോയ്ക്ക് അനുസരിച്ച് അപ്പോൾ അപ്ഡേറ്റ് വീണ്ടും വീഡിയോ ആയിട്ട് വിടാം. ഇതിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതിൽ റിസർവേഷൻ നോക്കുക. സ്റ്റേറ്റ് മെറിറ്റിന് 50% സീറ്റ്, EWS കാറ്റഗറി ആണെങ്കിൽ 10%, SCBC കാറ്റഗറി 30%, അതിൽ ഈഴവ 9%, മുസ്ലിം 8%, ബാക്ക്വേഡ് ഹിന്ദു 3%, ലാറ്റിൻ കാത്തലിക് 3%, ധീവര പോലെയുള്ള കാറ്റഗറി 2%, വിശ്വകർമ്മ 2%, കുശവൻ കാറ്റഗറി 1%, ബാക്ക്വേഡ് ക്രിസ്ത്യൻ 1%, കുടുംബി കാറ്റഗറി 1%, SCക്ക് 8%, STക്ക് 2%. ഇങ്ങനെയായിരിക്കും റിസർവേഷൻ. ഇനി ഫീസ് ഡീറ്റെയിൽ നോക്കാം. ഗവൺമെൻറ് കോളേജുകളിലെ ഫീസ് ഷെഡ്യൂൾ നോക്കാം. ആയുർവേദത്തിന് ഗവൺമെൻറ് കോളേജിലും എയ്ഡഡ് കോളേജിലും ഒക്കെ ആണെങ്കിൽ 13,230 രൂപയാണ് ഒരു വർഷത്തെ ഫീ, വാർഷിക ഫീസാണ്. ഹോമിയോ കോളേജിലാണെങ്കിൽ 1,260 രൂപയാണ് ഗവൺമെൻറ്റിലും എയ്ഡഡിലും. അഗ്രികൾച്ചർ ആണെങ്കിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 15,750 രൂപ, ഫോറസ്ട്രി ആണെങ്കിൽ 15,750 രൂപ, വെറ്റിനറി ആണെങ്കിൽ 22,869 രൂപ, കോർപ്പറേഷൻ ബാങ്കിങ്ങിനാണെങ്കിൽ 15,750, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് കൺട്രോളിനും 15,750, BTechന് 31,500, അതുപോലെ BFSC അതായത് ഫിഷറീസിന് 17,700. ഇതാണ് നിങ്ങൾ അടയ്ക്കേണ്ട ഫീ ഗവൺമെൻറ് കോളേജുകളിലെ. എന്നാൽ നേരെ തിരിച്ച് സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് നോക്കുക. ആയുർവേദത്തിന് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക 2,82,821 രൂപ. ട്യൂഷൻ ഫീ 1,99,415, സ്പെഷ്യൽ ഫീ 83,406. എന്നാൽ സിദ്ധ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 2,72,406 രൂപയാണ് ട്യൂഷനും സ്പെഷ്യൽ ഫീയും എല്ലാം കൂടി ഒരു വർഷം അടയ്ക്കേണ്ടത്. യുനാനിക്ക് നിങ്ങൾ അടയ്ക്കേണ്ടത് 2,82,821 രൂപയാണ്. ഇനി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ ഫീ അടയ്ക്കേണ്ടതുണ്ട്. അതായത് ആയുർവേദ അല്ലെങ്കിൽ ഹോമിയോ അല്ലെങ്കിൽ സിദ്ധ, യുനാനി പോലുള്ള ഏത് കോഴ്സിന് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കണമെങ്കിലും 5,000 രൂപ നിങ്ങൾ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് അടയ്ക്കേണ്ടതാണ്. ഈ രജിസ്ട്രേഷൻ ഫീ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ട്യൂഷൻ ഫീസിൽ നിന്ന് കുറച്ചുള്ളൂ.
അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കത് റീഫണ്ട് ആയിക്കോളും. അതുകൊണ്ട് പ്രശ്നമില്ല. ഇത് നിങ്ങൾ കോഷൻ ഫീ പോലെ അടയ്ക്കുന്നതാണ്. നിങ്ങളായിട്ട് സീറ്റ് അവസാന സമയത്ത് നഷ്ടപ്പെടുത്തിയാൽ ഇത് പോവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയാൽ ഫീസിൽ കുറയ്ക്കും, സീറ്റ് കിട്ടിയില്ലെങ്കിൽ റിട്ടേൺ വരികയും ചെയ്യും. അതുപോലെ SC ST OEC കാൻഡിഡേറ്റുകളൊക്കെ 500 രൂപ ടോക്കൺ ഫീ അടച്ചാൽ മതി. ഈ 500 രൂപ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഫീസിൽ വകയിരുത്തിക്കോളും, ഇല്ലെങ്കിൽ റിട്ടേൺ വന്നുകൊള്ളും. ഇനി മുമ്പ് MBBS-നോ BDS-നോ കോഴ്സിന് വേണ്ടി ഓപ്ഷൻ വെച്ചപ്പോൾ രജിസ്ട്രേഷൻ ഫീ കൊടുത്തവർ ഈ ഘട്ടത്തിൽ ഓപ്ഷൻ ഫീ കൊടുക്കേണ്ടതില്ല. ഓൾറെഡി നിങ്ങൾ MBBS-നോ BDS-നോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി കോഷൻ ഫീ അടച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേറെ അടയ്ക്കേണ്ടതില്ല, ഓപ്ഷൻ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതിയാവും. ഇനി ഇതിലെ കോളേജുകളുടെ ലിസ്റ്റ് നോക്കുക. ഇതിൽ ഹോമിയോ കോളേജ് 2 ഗവൺമെൻറ് കോളേജാണ്, കോഴിക്കോടും തിരുവനന്തപുരവും. എയ്ഡഡ് 3 കോളേജാണ്, ഒന്ന് എറണാകുളം, രണ്ടാമത്തേത് കോട്ടയം, മൂന്നാമത്തേത് തിരുവനന്തപുരം. ഇങ്ങനെ 5 കോളേജിലാണ് ഹോമിയോ ഉള്ളത്. എന്നാൽ ആയുർവേദ കോളേജ് നോക്കിയാൽ കാണാം 3 ഗവൺമെൻറ് കോളേജാണ്, ഒന്ന് കണ്ണൂരുണ്ട്, രണ്ടാമത്തേത് എറണാകുളത്തുണ്ട്, മൂന്നാമത്തേത് തിരുവനന്തപുരത്തുണ്ട്. അങ്ങനെ 3 ആയുർവേദ ഗവൺമെൻറ് കോളേജുകളുണ്ട്. ഇനി അതിൽ എയ്ഡഡ് കോളേജുകൾ വരുന്നത് ഒന്ന് കോട്ടക്കൽ, രണ്ടാമത്തേത് തൃശ്ശൂരും. അങ്ങനെ 5 കോളേജുകളാണ് ഗവൺമെൻറ്റിലും എയ്ഡഡിലുമായിട്ട്. സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ നോക്കിയാൽ കാണാം, ഏകദേശം 12ഓളം കോളേജുകളുണ്ട്. ഇനി സിദ്ധ കോളേജ് ഒരെണ്ണം മാത്രമാണുള്ളത്, ശാന്തിഗിരി, തിരുവനന്തപുരം. അതേപോലെ യുനാനി ആണെങ്കിൽ മർക്കസ് യുനാനി, കോഴിക്കോട്. അതേപോലെ അഗ്രികൾച്ചറിനാണെങ്കിൽ നിങ്ങൾക്ക് 4 കോളേജാണ്, തിരുവനന്തപുരം, തൃശ്ശൂർ, കാസർഗോഡ്, വയനാട്. ഇനി ഫോറസ്ട്രി ആണെങ്കിൽ നിങ്ങൾക്ക് തൃശ്ശൂർ 1 കോളേജേ ഉള്ളൂ. അതേപോലെ കോർപ്പറേഷൻ ബാങ്കിങ്ങിന് തൃശ്ശൂർ നിങ്ങൾക്ക് 1 കോളേജേ ഉള്ളൂ. അതേപോലെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് കൺട്രോളിനും തൃശ്ശൂർ, BTech ബയോടെക്നോളജിക്ക് തിരുവനന്തപുരത്ത്. ഇവിടെയൊക്കെ 1 കോളേജ് മാത്രമാണുള്ളത്. ഇനി അതേസമയം നിങ്ങൾ വെറ്റിനറി നോക്കുകയാണെങ്കിൽ വെറ്റിനറി 2 കോളേജാണ്, അതായത് തൃശ്ശൂരും വയനാടുമായിട്ട് 2 കോളേജുകളാണുള്ളത്. ഫിഷറീസിന് നിങ്ങൾക്ക് 2 കോളേജുണ്ട്, ഒന്ന് എറണാകുളത്തും രണ്ടാമത്തേത് പയ്യന്നൂരുമായിട്ട് 2 കോളേജ്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നിങ്ങൾക്ക് ഫീസ് ഇപ്പോൾ കൊടുത്തിരിക്കും, അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞിരിക്കുന്ന ഫീസ് 2023-24 വർഷത്തേതാണ്. പുതിയ ഫീസ് ഡിക്ലെയർ ചെയ്യാത്തത് കൊണ്ടാണ്. പുതിയ ഫീസ് ഡിക്ലെയർ ചെയ്താൽ അഡീഷണലി വരുന്ന തുക നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അതുപോലെ ശ്രദ്ധിക്കുക, ഗവൺമെൻറ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന കുട്ടികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിരിക്കുന്ന തുക അടയ്ക്കേണ്ടി വരും. അത് അലോട്ട്മെൻറ്റ് മെമ്മോ വരുമ്പോഴാണ്. അതേസമയം SC ST അല്ലെങ്കിൽ OEC കാറ്റഗറികൾക്ക് ആനുകൂല്യമുള്ളത് കൊണ്ട് അവർക്ക് അവിടെ ഫീസ് ഇല്ലെന്നായിരിക്കും. അത് അലോട്ട്മെൻറ്റ് മെമ്മോ വരുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും ഓർമ്മിപ്പിക്കാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിശ്ചിത തീയതിക്കുള്ളിൽ പ്രവേശനം നേടിയില്ലെങ്കിൽ, അതായത് നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾ ആ സമയത്ത് ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ആ അലോട്ട്മെൻറ്റും പോവും. അതേപോലെ ഹയർ ഓപ്ഷൻസും ഒക്കെ പോവും. ഇപ്പോൾ ഒന്നാമത്തെ റൗണ്ടിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി, നിങ്ങൾ സീറ്റ് എടുത്തില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ ആ സീറ്റും പോവും. ഇനി നിങ്ങളെ ഈ 3ാമത്തെ റൗണ്ട് വരെ പങ്കെടുപ്പിക്കില്ല. അതുകൊണ്ട് കിട്ടിയാൽ പോകും എന്നുറപ്പുള്ള ഓപ്ഷൻസ് മാത്രമേ വയ്ക്കാവൂ. അതുപോലെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് റിസൾട്ട് വിത്ത്ഹെൽഡ് ആയിരിക്കുന്ന കുട്ടികൾക്കും ഓപ്ഷൻ കൊടുക്കാം. എന്നാൽ ഈ 9-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾ ഈ ഫൈനൽ ലിസ്റ്റ്, അതായത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ 9-ാം തീയതി 3 മണിക്ക് മുമ്പ് തന്നെ നിങ്ങൾ എന്താണോ ഡിഫക്റ്റ് ഉള്ളത് ആ ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുക. അപ്പോൾ ഞാൻ ആ സർക്കുലറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം എൻ്റെ നമ്പറുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്യാം. അപ്ഡേറ്റുകൾ ഞാൻ ഇതിൻ്റെ ഒപ്പം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്താൽ അപ്ഡേറ്റുകൾ കമ്മ്യൂണിറ്റി വഴിയും എത്തും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.